ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാളെ സുഗമ ഹിന്ദി പരീക്ഷയാണ്. അപ്പോൾ നമ്മൾ പരീക്ഷയോടനുബന്ധിച്ച് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്, പുതിയ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ചിട്ടുള്ള ഒരു എക്സാമാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമിലും സെക്കൻഡ് ടൈമിലും പഠിച്ച പാഠഭാഗങ്ങൾ തന്നെയാണ്. വളരെ സിമ്പിളായിരിക്കും എക്സാം. അപ്പോൾ എല്ലാവരും പാഠങ്ങൾ നല്ലവണ്ണം വായിക്കുക, അർത്ഥം മനസ്സിലാക്കുക, പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഞങ്ങളൊക്കെ ഒന്ന് നോക്കുക. നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ആദ്യത്തെ ഒരു ആക്ടിവിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടാവും. 5 ചോദ്യോത്തരങ്ങളായിരിക്കും. ശരിയായ ഉത്തരം നിങ്ങൾ ഇതിൽ നിന്ന് എടുത്തെഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് ഈ ചോദ്യം ഒന്ന് നോക്കാം. ഭാരത് വിവിധത കാ ദേശ് ഹെ. ഭാരതം എന്ന് പറയുന്നത് വൈവിധ്യങ്ങളുടെ നാടാണ്. യഹാം അനേക് ധർമ്മ ഹെ. ധർമ്മം എന്ന് പറഞ്ഞാൽ റിലീജിയൻസ്, ഒരുപാട് മതങ്ങളുണ്ട്. കൈ ഭാഷ ഹെ, ഒരുപാട് ഭാഷകളുണ്ട്. ലോകോങ്ക വേഷഭൂഷയും അലഗ് അലഗ് ഹെ. വേഷഭൂഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വസ്ത്രധാരണ രീതികളൊക്കെ അലഗ് അലഗ്, വ്യത്യസ്തമാണ്, ഡിഫറെൻ്റ് ആണ്. അനോഖ മൗസം ഹേ, നല്ല കാലാവസ്ഥയാണ്. ഭിന്ന ഭിന്ന ത്യോഹാർ ഹേ. ത്യോഹാർ എന്ന് പറഞ്ഞാൽ ഉത്സവങ്ങൾ, ഫെസ്റ്റിവൽസ്, പലതരത്തിലുള്ള ഫെസ്റ്റിവൽസ് ഉണ്ട്. ഗാൻ പാൻ രഹൻ സഹൻ സബ് അലഗ് ഹേ. ഇപ്പോൾ ഭക്ഷണ രീതി ആയാലും എല്ലാം വ്യത്യസ്തമാണ്. भारत की विविधताओं के आपस में मिलने पिरोने वाली कई है हिंदी भाषा. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം നോക്കാം. ഭാരത് കൈസ ദേശ് ഹേ. ഇവിടെ ഓപ്ഷൻ നോക്കാം. ചോട്ട, ലംബ, വിവിധതാओं का. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് ലൈനിൽ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ട്. ഭാരത് വിവിധതാओं का ദേശ് ഹേ. അപ്പോൾ നമുക്ക് വിവിധതാओं का എന്നുള്ള ആ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്യാം. നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ, ഭാരത് മേ കിത്തിനെ ധർമ്മ ഹേ. എത്ര റിലീജിയൻ ഉണ്ട്, മതങ്ങൾ? ഏക്ക്, അനേക്, ദസ്, ദോ. അപ്പോൾ നമുക്കറിയാം അനേക്, നമുക്ക് ഓപ്ഷൻ അനേക് ടിക്ക് ചെയ്യാം. നെക്സ്റ്റ് മൂന്നാമത്തെ ചോദ്യം, ഭാരത് കെ മൗസം കൈസെ ഹേ. എങ്ങനെയുള്ള കാലാവസ്ഥയാണ്? അനോഖ, ഖരാബ്, പുര, ശുദ്ധ. അപ്പോൾ നമ്മളിവിടെ കണ്ടിട്ടുണ്ട് അനോഖ മൗസം ഹേ എന്ന് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് മൗസം അനോഖ ഹേ എന്ന് ഓപ്ഷൻ ടിക്കിടാം. ഇനി അടുത്ത, ഭാരത് കി ഏകതാ കി ഖടി ക്യാ ഹേ? അംഗ്രേസി, ഹിന്ദി, തമിഴ്, മലയാളം. അതും നമ്മളിവിടെ വായിച്ചിട്ടുണ്ടല്ലേ, ഹിന്ദി ഭാഷ എന്ന്. നെക്സ്റ്റ് സഹി പ്രസ്താവനയാണ്. ഇവിടെ 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതിൽ ശരിയായത് നമ്മൾ എടുത്തെഴുതിയാൽ മതി. ഭാരത് കെ ഖാൻപാൻ രഹൻ സഹൻ ഏക് ഹേ. അത് തെറ്റാണ്. ഭാരതീയോं का ഖാൻപാൻ രഹൻ സഹൻ അലഗ് ഹേ. അത് ശരിയാണ്. ഭാരത് കെ ഖാൻപാൻ രഹൻ അലഗ് നഹി ഹേ. അത് തെറ്റാണ്. ഭാരതീയോं का ഖാൻപാൻ ഭിന്ന രഹി ഹേ. അപ്പോൾ അതിൽ ശരിയായ ഉത്തരം ഏതാണ്? രണ്ടാമത്തെയാണ്. ഭാരതീയോं का ഖാൻപാൻ രഹൻ സഹൻ അലഗ് ഹേ. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യന് ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാനാണ്. സങ്കേത് പഠേ ഓരോ പ്രശ്നമൊക്കെ ഉത്തറിലേക്ക്. അപ്പോൾ ഇവിടെ കുറച്ച് ക്ലൂസൊക്കെ തന്നിട്ടുണ്ട്. ആരെക്കുറിച്ചാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും. നാം ജവഹർലാൽ നെഹ്റു, ജന്മ അലഹബാദ്, പിന്നെ മാതാപിതാവിൻ്റെ പേരൊക്കെ ഉണ്ട്. ഭാരത് കെ പ്രഥം പ്രധാനമന്ത്രി, ബച്ചെ പ്യാർ സെ ചാച്ചാജി ബുലാത്തെ ഹെ. അപ്പോൾ കുട്ടികൾ വളരെ സ്നേഹത്തോടെ നെഹ്റുവിനെ വിളിക്കുന്ന പേരാണ് ചാച്ചാജി. അപ്പോൾ നെഹ്റുജിക്കോ ബച്ചെ പ്യാർ സെ ക്യാ ബുലാത്തെ ഹെ. അതിൻ്റെ ഉത്തരം ഇവിടെ തന്നെ ഉണ്ടല്ലേ. പ്യാർ സെ ചാച്ചാജി ബുലാത്തെ ഹെ. എന്താണ് വിളിക്കുന്നത്? ചാച്ചാജി എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഒരു പ്രൊഫൈൽ തയ്യാറാക്കാനാണ്. നെഹ്റുജിക്ക് പ്രൊഫൈൽ തയ്യാറാക്കുക. ജവഹർലാൽ നെഹ്റു കാ ജന്മ ഇലഹബാദ് മേ ഹുവാ ത. അപ്പോൾ അതൊക്കെ ഇവിടെ ഹിൻസിലുണ്ട്, അതൊക്കെ നമ്മൾ കൂട്ടി യോജിപ്പിച്ച് എഴുതിയാൽ മതി. ജവഹർലാൽ നെഹ്റു കാ ജന്മ ഇലഹബാദ് മേ ഹുവാ ത. ഉൻകി മാതാ കാ നാം സ്വരൂപ് റാണി ഓർ പിതാ കാ നാം മോത്തിലാൽ നെഹ്റു ത. അപ്പോൾ അമ്മയുടെ പേരും അച്ഛൻ്റെ പേരൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്, അത് നമ്മൾ കൂട്ടി യോജിപ്പിച്ച് എഴുതിയാൽ മതി. വേ ഭാരത് കെ പ്രധാനമന്ത്രി ബനെ. അത് ഇവിടെ ഉള്ളത് തന്നെയാണ്. ബച്ചെ ഉന്നെ പ്യാർ സെ ചാച്ചാജി ബുലാത്തെ ഹെ. ഇനി നമുക്ക് അടുത്ത നോക്കാം. ഖുദ് സെ പ്യാർ എന്നുള്ള കവിതയിൽ നിന്നുള്ള ഒരു കുറച്ച് ലൈൻസാണ്, വായിച്ചു നോക്കാം. സൂരജ് അപ്നി ആഗ് സെ ഇतना प्यार करे कि वह दे सके आग दुनिया को भी.
ഓക്കെ, ഇനി അടുത്ത് നോക്കാം ചോദ്യം. സെൻസാർ കെ ലിയെ കവിത മേ പ്രയുക്ത് ശബ്ദ് കോൺസാ ഹെ. ഇവിടെ സെൻസാർ എന്ന അർത്ഥം വരുന്ന ഒരു വാക്ക് ഈ ഒരു കവിതയിൽ 4 ലൈനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതേതാണെന്നാണ്? സൂരജ് നമുക്കറിയാം അല്ലേ, സൂരജ് എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. അടുത്ത ആഗ് എന്നാണ് തന്നിരിക്കുന്നത്. ആഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഗ്നി അഥവാ തീയാണ്. പ്യാർ എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. ദുനിയ, അപ്പോൾ ദുനിയ ആണ്. ദുനിയ എന്ന് പറഞ്ഞാൽ ലോകം. അപ്പം സെൻസാർ കെ ലിയെ കവിതാമേ പ്രയുക്ത ശബ്ദം ഏതാണ്? ദുനിയ ആണ്. ഇനി സൂരജ് ദുനിയാക്കോ ക്യാ ദേത്തെ ഹെ. സൂരജ് ദുനിയാക്കോ ക്യാ ദേത്തെ ഹെ, അതിവിടെ ഉണ്ട്. സൂരജ് അപ്നി ആഗ് സെ ഇത്തിന പ്യാർ കരേക്കി. അപ്പോൾ എന്താണ് നമുക്ക് എഴുതാം? സൂരജ് ദുനിയാക്കോ ആഗ് ദേത്തെ ഹെ ജിസ്കെ അർത്ഥയ്ക്ക് സൂരജ് അപ്ന ഊർജ് ഓർ പ്രകാശ് കോ ദുനിയാക്കോ ദേത്തെ ഹെ. അപ്പോൾ സൂര്യൻ എന്താണ് ഭൂമിക്ക് നൽകുന്നത്? ഊർജവും അതേപോലെ തന്നെ പ്രകാശവും നൽകുന്നു. മൂന്നാമത്തെ ചോദ്യം കവിതാക്ക ആശയം ലിഖിയാണ്. അപ്പോൾ നമ്മൾ ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ആശയം നമ്മൾ എഴുതണം. कविता का आशय यह है कि जैसे सूरज अपनी आँख से दुनिया को प्रकाश और ऊर्जा देता है, वैसे ही हमें भी अपना जीवन में दूसरों के लिए कुछ देने की कोशिश करनी चाहिए. അപ്പോൾ ഈ ഒരു കവിതയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യൻ തൻ്റെ അഗ്നി കൊണ്ട് ലോകത്തിന് പ്രകാശവും ഊർജവും നൽകുന്നു. അതേപോലെ തന്നെ വൈസേഹി അമേബി അപ്പിനെ ജീവന്മേ നമ്മളും എന്ത് ചെയ്യണം? ദുസ്രോക്കെ ലിയെ മറ്റുള്ളവർക്ക് വേണ്ടി കുച്ച് ദേനയ്ക്ക് കോശിഷ് കർണ ചായ. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാൻ നമ്മളും പരിശ്രമിക്കണം. യഹ കവിത ഹമേ ദുസ്രോं പ്രതി പ്യാർ ഓർ ദയാ की भावना को बढ़ावा देने के लिए പ്രേരിത करते हैं. അപ്പോൾ ഈ കവിതയിൽ നമ്മൾ മറ്റുള്ളവർക്ക് സ്നേഹവും അവരോട് ദയവും കാണിക്കാനാണ് നമ്മളോട് ഈ കവിത പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇനി നമുക്ക് ഗാന്ധിജിയുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. കുറച്ച് ഈവൻസ് തെറ്റായി കൊടുത്തിട്ടുണ്ട്, അത് ക്രമത്തിൽ എഴുതാനാണ്. വേ സബി ലോക രാത് കിസി ഗാവ് മേ കാട്ടെ ഓർ സുബ ഫിർ ചൽ പട്ടെ. അവരെല്ലാവരും രാത്രി ഏതോ ഗാവ് എന്ന് പറഞ്ഞാൽ ഏതോ ഗ്രാമത്തിൽ കഴിഞ്ഞുകൂടി, എന്നിട്ട് രാവിലെ അവർ വീണ്ടും നടക്കാൻ തുടങ്ങി. ഇസ് പ്രകാർ ഗാന്ധിജിനെ പൂരെ ദേശ് കാ അംഗ്രോസോ സെ മുക്ത് ഹോനെ കാ രാസ്ത ദിഖാ ദിയാ. यात्रा के दौरान हजारों लोग जुड़ते गए. गांधी जी पैदल दंडी के समुद्र किनारे चल पड़े. समुद्र के पानी से नमक बनकर अग्रसों का कानून तोड़ा. അപ്പോൾ ഇതിൽ ഫസ്റ്റ് എന്താണ് വരുന്നത്? ഗാന്ധിജീനെ ദണ്ഡിക്ക് സമുദ്ര കിനാരെ പൈദൽ യാത്ര ശുരു കിയ. അപ്പോൾ ആദ്യം എന്താണ്? ഗാന്ധിജി ദണ്ഡി സമുദ്ര തീരത്തേക്ക് കാൽനടയായി യാത്ര ആരംഭിച്ചു. ഹസാര ലോഗ് യാത്രയ്ക്ക് ദൗരാൻ ജൂർത്തെ ഹേ. ആയിരക്കണക്കിന് ആളുകൾ യാത്രക്കായിട്ട് ഒത്തുകൂടി. ये रात गाँव में काटते और सुबह फिर चल पड़े. गांधीजी ने समुद्र के पानी से नमक बनाकर अग्रसों का कानून तोड़ा. അപ്പോൾ എന്താണ്? സമുദ്രത്തിൽ നിന്ന് ഉപ്പുണ്ടാക്കിയിട്ട് ഇംഗ്ലീഷുകാരുടെ കാനൂൻ എന്ന് പറഞ്ഞ നിയമം എന്താക്കി? ബ്രേക്ക് ചെയ്തു. इस प्रकार उन्होंने देश को अग्रसों से मुक्त होने के रास्ता दिखाया. यह घटना भारतीय स्वतंत्रता संग्राम में महत्वपूर्ण സ്ഥാപിത हुए. അപ്പോൾ ഇനി നോക്കാം, ഒരു പത്രവാർത്ത തയ്യാറാക്കാനാണ്. ഗാന്ധിജി അഹമ്മദാബാദ് से पैदल चलकर दंडी पहुँचे. खुद नमक बनकर गांधीजी अंग्रेज़ों का कानून तोड़ा. इस घटना पर समाचार पत्र के लिए एक റിപ്പോർട്ട് തയ്യാർ കരെ. റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട്, ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമ്മളൊരു ഹെഡിങ് കൊടുക്കണം, ഗാന്ധിജിക്ക് നമുക്ക് സത്യാഗ്രഹം. ഇനി അടുത്തത് മഹാത്മാഗാന്ധിജീനെ അഹമ്മദാബാദ് से पैदल यात्रा शुरू की और 6 अप्रैल 1930 को दंडी पहुँचे. उन्होंने समुद्र के पानी से नमक बनाकर ब्रिटिश कानून को तोड़ा. यह घटना भारतीय स्वतंत्रता संग्राम की इतिहास में महत्वपूर्ण साबित हुई. गांधी जी के साथ हजारों लोग जुट गए और उन्होंने ब्रिटिश शासन के खिलाफ एकजुट होने के लिए प्रेरित किया. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഒരു ഹെഡിങ് കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ സ്ഥലത്തിൻ്റെ പേരും നമ്മൾ എഴുതണം. ഇവിടെ നമ്മൾ അഹമ്മദാബാദ് എന്ന് നമ്മൾ എഴുതി 2 കുത്തിട്ട് ഒരു കോളൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റിപ്പോർട്ടിൻ്റെ ഫോമാറ്റായി.